അമൃത് വേണി ലൈവ് സ്ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിൻ്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 4 ചൊവ്വാഴ്ച. EP ജയരാജൻ്റെ ഇതാണെൻ്റെ ജീവിതമെന്ന ആത്മകഥ പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ CPMൽ അമർഷം പുകയുന്നുവെന്ന് റിപ്പോർട്ടുകൾ. പാർട്ടി മൂടിവെച്ച വിവാദങ്ങൾ ആത്മകഥയിലൂടെ പരസ്യമാക്കിയതിലാണ് EP ജയരാജനെതിരെ പാർട്ടിയിൽ അതൃപ്തിയുള്ളത്. സംഘടനയ്ക്കുള്ളിൽ P ജയരാജൻ EPക്കെതിരെ നടത്തിയ വിമർശനങ്ങളടക്കം ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അതേസമയം പുസ്തക പ്രകാശന ചടങ്ങിൽ PK കുഞ്ഞാലിക്കുട്ടി, PS ശ്രീധരൻ പിള്ള, പന്ന്യൻ രവീന്ദ്രൻ തുടങ്ങിയ ഇതര പാർട്ടി നേതാക്കളടക്കം പങ്കെടുത്തെങ്കിലും P ജയരാജനും MV ഗോവിന്ദനും അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ P ജയരാജനെ EPയുടെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലടക്കമുള്ള അതൃപ്തിയും EP ആത്മകഥയിൽ തുറന്നു പറയുന്നുണ്ട്. EP ജയരാജൻ BJPയിൽ വരാൻ ആഗ്രഹം അറിയിച്ചിരുന്നുവെന്ന് AP അബ്ദുള്ളക്കുട്ടി. ജയരാജൻ വേണ്ടെന്ന് സംസ്ഥാന നേതാക്കൾ തീരുമാനിച്ചുവെന്നും അതിന്റെ ഭാഗമായി തന്നെയാണ് ജാവേദ്കർ ചർച്ച നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. P ജയരാജൻ ആത്മകഥ എഴുതിയാൽ EPയുടെ കഥ മുഴുവൻ പുറത്തുവരുമെന്നും EP പുസ്തകം എഴുതിയത് തന്നെ MV ഗോവിന്ദനെ ലക്ഷ്യം വെച്ചാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആശാവർക്കർമാരുടെ ഓണറ്റേറിയം വർദ്ധിപ്പിച്ചുള്ള ഉത്തരവിറങ്ങി. ഈ മാസം മുതൽ ആശമാർക്ക് 8,000 രൂപ ലഭിച്ചു തുടങ്ങും. 1,000 രൂപയുടെ വർധനവാണ് ആശമാർക്ക് ലഭിച്ചത്. 26,125 ആശാവർക്കർമാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. പ്രതിവർഷം 250 കോടി രൂപ ഇതിന് ചെലവാകും. ഇതേവരെയുള്ള കുടിശ്ശിക മുഴുവൻ നൽകുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്കിനെ വെല്ലുവിളിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. എത്ര വേണമെങ്കിലും പണിമുടക്ക് നടത്തിക്കോളൂ എന്നും സ്വകാര്യ ബസ് പണിമുടക്കുള്ള റൂട്ടുകളിൽ KSRTC ബസ്സുകൾ സർവീസ് നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതിനാവശ്യത്തിനുള്ള KSRTC ബസ്സുകൾ ഇന്നലെ രാത്രി തന്നെ എത്തിച്ചിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ വിവരിച്ചു. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് BLOമാർക്ക് ഒരേ സമയം 2 ജോലി ചെയ്യേണ്ടി വരുമെന്ന് റിപ്പോർട്ട്. SIR ചുമതലയുള്ള BLOമാരുടെ മറ്റു ജോലികളിൽ നിന്നൊഴിവാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആദ്യം ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് ഈ ഒഴിവാക്കൽ ബാധകമല്ലെന്ന് കാട്ടി വീണ്ടും ഉത്തരവിറക്കി. BLOമാരെ മറ്റു ജോലികളിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ യുവതിക്ക് നേരിട്ട ദുരനുഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. മൂന്നാറിൽ നടക്കുന്നത് ഗുണ്ടായിസമാണെന്നും മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. യുവതിയോട് മോശമായി പെരുമാറിയ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദു ചെയ്യുമെന്നും അപമര്യാദ കാണിച്ച ഡ്രൈവർമാർക്കും ഒത്താശ ചെയ്ത പോലീസുകാർക്കുമെതിരെ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വരവ് ചെലവ് കണക്കുകൾ യഥാസമയം ഓഡിറ്റ് ചെയ്യുകയോ നിയമസഭയിൽ അവതരിപ്പിക്കുകയോ ചെയ്യാത്ത കിഫ്ബി ഒരു വെള്ളാനയാണെന്ന് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. കേരളത്തെ ഭീമമായ കടക്കെണിയിലാഴ്ത്തിയ കിഫ്ബിയുടെ വിവിധ ഇടപാടുകൾ സംശയാസ്പദമാണ്. കിഫ്ബിയുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ മുഖേനയുള്ള ധനവിനിയോഗവും കരാർ വ്യവസ്ഥകളും ഇരുമ്പുമറയ്ക്കുള്ളിലാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ ബസ്സുകളുടെ ഹോണടിക്കും മരണപ്പാച്ചിലിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സ്വകാര്യ ബസ്സുകളുടെ ഹോണടി പൊതുശല്യമാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. വിദേശത്തൊക്കെയാണെങ്കിൽ ഈ ഹോണടി കേട്ട് ദേഷ്യം വരുന്നവർ തോക്കെടുത്ത് വെടിവെച്ചു കളയുമെന്നും ഗണേഷ് പറഞ്ഞു. ആദ്യമെത്താനുള്ള മരണപ്പാച്ചിലാണ് സ്വകാര്യ ബസ്സുകൾ നടത്തുന്നത്. ഇത് അനുവദിക്കില്ലെന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കി. കലൂർ സ്റ്റേഡിയം കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സ്പോൺസറുമായി പുതിയ ത്രികക്ഷി കരാർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ കായിക വകുപ്പും GCDAയും. സ്റ്റേഡിയം നവീകരണത്തിന് കരാറില്ലെന്ന് ഇന്നലെ കായിക മന്ത്രി സമ്മതിച്ചിരുന്നു. കരാറുണ്ടെന്ന അവകാശവാദങ്ങളിൽ വ്യക്തത വരുത്താൻ മാധ്യമപ്രവർത്തകരടക്കം വിവരാവകാശ നിയമപ്രകാരം ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു.
55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ കുട്ടികളുടെ കാറ്റഗറിയിലെ അവാർഡുകൾ സംബന്ധിച്ച് വിമർശനങ്ങൾ ഉയരുന്നതിനിടെ പ്രതികരണവുമായി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. പുരസ്കാരത്തിന് അർഹമായ ബാലതാരങ്ങളും സിനിമയും ഇത്തവണ ഉണ്ടായിരുന്നില്ല എന്നാണ് ജൂറിയുടെ വിലയിരുത്തലെന്നും അതേക്കുറിച്ച് ജൂറി തന്നെ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും സജി ചെറിയാൻ പ്രതികരിച്ചു. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പരിഗണനയ്ക്കായി കുട്ടികളുടെ കാറ്റഗറിയിൽ അപേക്ഷിച്ചത് 6 സിനിമകൾ. ഇതിൽ അന്തിമ റൗണ്ടിലെത്തിയത് 2 ചിത്രങ്ങൾ മാത്രമാണ്. സ്കൂൾ ചലേഹം, ഇരുനിറം എന്നീ 2 ചിത്രങ്ങളാണ് അന്തിമ ജൂറിക്ക് മുൻപാകെ എത്തിയത്. 2 ചിത്രങ്ങളും കുട്ടികളുടെ വീക്ഷണകോണിൽ നിന്നുള്ളവ അല്ലെന്നായിരുന്നു ജൂറിയുടെ വിലയിരുത്തൽ. അതിനാലാണ് കുട്ടികളുടെ മികച്ച ചിത്രങ്ങൾക്കോ ബാലതാരങ്ങൾക്കോ അവാർഡ് നൽകാതിരുന്നത് എന്നുള്ളതാണ് ജൂറി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ കുട്ടികളുടെ കാറ്റഗറി അവഗണിക്കപ്പെട്ടതിൽ നിരാശയെന്ന് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമയുടെ സംവിധായകൻ വിനേഷ്. കുട്ടികളുടെ സിനിമകൾക്ക് പ്രോത്സാഹനമില്ലെങ്കിൽ സിനിമകൾ ഉണ്ടാകില്ലെന്നും വിനേഷ് അഭിപ്രായപ്പെട്ടു. ഇത്തവണ ബാലതാരങ്ങൾക്കുള്ള പുരസ്കാരത്തിൽ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും കുട്ടികളുടെ ചിത്രം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സിനിമാ മേഖലയിലുള്ളവർ ചിന്തിക്കണമെന്നുമായിരുന്നു ജൂറി ചെയർമാൻ പ്രകാശ് രാജ് ഇന്നലെ പ്രതികരിച്ചത്. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിൽ ബാലതാരങ്ങൾക്ക് പുരസ്കാരം നൽകാത്തതിൽ ജൂറി ചെയർമാനെതിരെ വിമർശനവുമായി ബാലതാരം ദേവനന്ദ. കുട്ടികളും സമൂഹത്തിന്റെ ഭാഗമാണെന്നും അവർക്കും അവസരം കിട്ടണമെന്നും ദേവനന്ദ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കൂടുതൽ കുട്ടികളുടെ സിനിമ ചെയ്യണമെന്ന് പറയേണ്ടത് അവാർഡ് നിഷേധിച്ചുകൊണ്ടല്ലെന്നും ദേവനന്ദ പറഞ്ഞു. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് സംഘടിപ്പിക്കുന്ന GST രജിസ്ട്രേഷൻ ഡ്രൈവ് എല്ലാ ജില്ലകളിലും ആരംഭിച്ചു. 40 ലക്ഷത്തിന് മേൽ വാർഷിക വിറ്റുവരവുള്ള ചരക്കുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന വ്യാപാരികളും ബിസിനസ്സിൽ സേവനം കൂടി ഉൾപ്പെടുന്നുണ്ടെങ്കിൽ 20 ലക്ഷത്തിന് മേൽ കാർഷിക വിറ്റുവരവുള്ള ബിസിനസ്സുകാരും നിയമപ്രകാരം നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് 2024 ഇറക്കിയ ഉത്തരവിലും ചെമ്പ് പരാമർശമുണ്ടെന്ന് റിപ്പോർട്ടുകൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാനായി നൽകാൻ ഇറക്കിയ ഉത്തരവിലാണ് പരാമർശമുള്ളത്. പൊതിഞ്ഞ ചെമ്പുപാളികൾ മെയിൻ്റനൻസിന് നൽകാമെന്നാണ് ഉത്തരവിലുള്ളത്. 2024 ദേവസ്വം സെക്രട്ടറി ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പാണ് പുറത്തുവന്നിട്ടുള്ളത്. KS ശബരിനാഥൻ തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കിയേക്കും. കൊല്ലം കോർപ്പറേഷനിലെ UDFന്റെ 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. തിരുവനന്തപുരത്തും കോഴിക്കോടും നാളെ രാത്രി 11:30 വരെ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കോഴിക്കോട് ചോമ്പാല മുതൽ രാമനാട്ടുകര വരെയുമാണ് കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശമുള്ളത്. ഈ തീരങ്ങളിൽ 0.7 മുതൽ 1.0 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പാലക്കാട് RSS പ്രവർത്തകൻ സഞ്ജിത്ത് വധക്കേസിൽ പ്രതികളായ 5 SDPI പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജനുവരിയിലേക്ക് മാറ്റി സുപ്രീംകോടതി. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടപടികൾ തുടരാമെന്ന് ജസ്റ്റിസ് MM സുന്ദരേഷ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. സീറോ മലബാർ സഭ നേതൃത്വം ഇന്ന് പ്രധാനമന്ത്രിയെ കാണും. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ഫരീദാബാദ് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും കൂടിക്കാഴ്ച. ഫരീദാബാദിനെ അതിരൂപതയാക്കി ഉയർത്തിയതിനു ശേഷമുള്ള സൗഹൃദ സന്ദർശനമെന്നാണ് സഭാ നേതൃത്വം വിശദീകരിക്കുന്നത്. 10 മില്ലി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ചതിന് യുവാവിനെ അറസ്റ്റ് ചെയ്ത പോലീസ് സബ് ഇൻസ്പെക്ടർക്ക് കോടതിയുടെ രൂക്ഷ വിമർശനം. വളാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർക്കെതിരെയാണ് മഞ്ചേരി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. തിരൂർ പൈങ്കണ്ണൂർ വാരിയത്തൊടി ധനേഷിനെയാണ് ഇക്കഴിഞ്ഞ 25-ന് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഒരാഴ്ചയോളം ധനേഷ് റിമാൻഡിൽ കിടന്നു. കഴിഞ്ഞ ദിവസം ധനേഷിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ പരാമർശം. ഇത്തരമൊരു അറസ്റ്റ് നടന്നിരിക്കുന്നത് ഏതെങ്കിലും ബനാന റിപ്പബ്ലിക്കിലല്ലെന്നും പകരം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്താണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തിരുവല്ല കവിത കൊലക്കേസിൽ പ്രതി അജിൻ റെജി മാത്യു കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകളിലാണ് പ്രതിയെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. കേസിൽ പ്രതിയുടെ ശിക്ഷ വ്യാഴാഴ്ച വിധിക്കും. പെൺകുട്ടി പ്രണയാഭ്യർത്ഥന നിരസിച്ചതായിരുന്നു കൊലപാതകത്തിന് കാരണം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ രണ്ടാനച്ഛനും പീഡനത്തിന് ഒത്താശ ചെയ്ത കുട്ടിയുടെ അമ്മയ്ക്കും 180 വർഷം കഠിന തടവ്. മഞ്ചേരി അതിവേഗ പ്രത്യേക കോടതിയാണ് പോക്സോ കേസിൽ
പ്രതികളെ ശിക്ഷിച്ചത്. 2019 മുതൽ 2021 വരെയുള്ള കാലയളവിലാണ് കുട്ടി പീഡനത്തിനിരയായത്. കുട്ടിയുടെ രണ്ടാനച്ഛൻ പാലക്കാട് സ്വദേശിയാണ്. അമ്മ തിരുവനന്തപുരം സ്വദേശിനിയും. 2019 യുവതി കുട്ടിയുമായി രണ്ടാം ഭർത്താവിനൊപ്പം താമസം ആരംഭിച്ചത്. അന്നു മുതൽ രണ്ടാനച്ഛൻ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നതായാണ് വിവരം. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. കോയമ്പത്തൂർ നഗരത്തെ ഞെട്ടിച്ച കൂട്ടബലാത്സംഗ കേസിൽ 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ കീഴ്പ്പെടുത്തി തമിഴ്നാട് പോലീസ്. സതീഷ്, ഗുണ, കാർത്തിക് എന്നിവരാണ് അറസ്റ്റിലായതെന്നും 3 പ്രതികളെയും വെടിവെച്ചാണ് കീഴ്പ്പെടുത്തിയതെന്നും പോലീസ് അറിയിച്ചു. കാലിന് വെടിയേറ്റെന്ന് പ്രതികളെയും ആശുപത്രിയിൽ പ്രവേശിച്ചതായും പോലീസ് പറഞ്ഞു. കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിൽ MBA വിദ്യാർത്ഥിനിയായ 21-കാരിയാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തെ വിമർശിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ ലേഖനം എഴുതിയതിന് പിന്നാലെ പ്രശംസയും ഒപ്പം മുന്നറിയിപ്പുമായി BJP നേതാവ് ഷഹസാദ് പൂനാവാല. തരൂർ അപകടത്തെ ഭയക്കാതെ കളിക്കുന്നയാൾ ആയി മാറിയെന്ന് പൂനാവാല പ്രശംസിച്ചു. എനിക്കെന്താണ് സംഭവിച്ചതെന്ന് അറിയാമല്ലോ എന്നായിരുന്നു ഗാന്ധി കുടുംബത്തെ വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ട് പൂനാവാലയുടെ പ്രതികരണം. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ ഏറ്റവും പുതിയ സർവേ ഫലം പുറത്ത്. NDA സഖ്യത്തിന് മഹാവിജയം പ്രവചിക്കുന്നതാണ് ദൈനിക് ഭാസ്കർ ദിനപത്രത്തിന്റെ സർവേ ഫലം. 153 മുതൽ 160 സീറ്റ് വരെ നേടി NDA അധികാരം തുടരുമെന്നാണ് പ്രവചനം. തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും നടത്തുന്ന വമ്പൻ പ്രചരണങ്ങളൊന്നും ബീഹാർ ജനതയുടെ മനം കവരില്ലെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. കാലിഫോർണിയയിൽ 1 മാസം മുൻപ് 3 പേരുടെ മരണത്തിനിടയാക്കിയ ട്രക്ക് അപകടത്തിൽ പ്രതിയായ ഇന്ത്യൻ യുവാവ് മദ്യലഹരിയിലായിരുന്നില്ലെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ വംശജനായ ഡ്രൈവർ ജഷൻപ്രീത് സിംഗ് മദ്യലഹരിയിലായിരുന്നില്ലെന്ന് US അധികൃതരാണ് വ്യക്തമാക്കിയത്. നേരത്തെ മദ്യപിച്ച് വാഹനം ഓടിച്ചതാണ് അപകടമുണ്ടാക്കിയതെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഇസ്രയേൽ സൈന്യത്തിലെ ഉന്നത നിയമോപദേഷ്ടാവായിരുന്ന മേജർ ജനറൽ ഇഫാത്ത് ടോമർ യെരുശൽമി അറസ്റ്റിൽ. കഴിഞ്ഞ ആഴ്ച വരെ ഇസ്രായേൽ സൈന്യത്തിലെ ഉന്നത നിയമോപദേഷ്ടാവായിരുന്നു ഇഫാത്ത് ടോമർ യെരുശൽമിയുടെ പെട്ടെന്നുള്ള രാജിയും ഹ്രസ്വമായ തിരോധാനവും ടെൽ-അവീവ് ബീച്ചിൽ അവരെ കണ്ടെത്തിയതിലേക്ക് നയിച്ച തീവ്രമായ തിരച്ചിലും ഉൾപ്പെട്ട സംഭവങ്ങളുടെ പരമ്പര രാജ്യത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു വിവാദത്തിനാണ് കാരണമായിട്ടുള്ളത്. വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ കിരീടം നേടിയതിന് പിന്നാലെ ഹർമൻപ്രീത് കൗർ ക്യാപ്റ്റൻ സ്ഥാനമൊഴിയണമെന്ന നിർദ്ദേശവുമായി മുൻ ക്യാപ്റ്റൻ ശാന്ത രംഗസ്വാമി. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയെ കരുതി 36-കാരിയായ ഹർമൻപ്രീത് സ്ഥാനമൊഴിഞ്ഞ് വൈസ് ക്യാപ്റ്റനായ 29-കാരി സ്മൃതി മന്ദാനയെ ക്യാപ്റ്റനാക്കണമെന്നും ശാന്ത രംഗസ്വാമി PTIയോട് പറഞ്ഞു. ക്യാപ്റ്റൻസിയുടെ ഭാരമൊഴിയുന്നതോടെ കൂടുതൽ സ്വതന്ത്രമായി കളിക്കാനും ടീമിനായി കൂടുതൽ സംഭാവന ചെയ്യുവാനും ഹർമനാവുമെന്നും അവർ വ്യക്തമാക്കി. ലോകകപ്പ് വിജയത്തിന് പിന്നാലെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരങ്ങളുടെ ബ്രാൻഡ് മൂല്യത്തിൽ വമ്പൻ കുതിപ്പ്. വിവിധ ബ്രാൻഡുകളുമായി സഹകരിക്കുന്നതിനുള്ള താരങ്ങളുടെ കരാർ തുകയിൽ 25% മുതൽ 100% വരെയുള്ള വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഓസ്ട്രേലിയക്കെതിരായ സെമി ഫൈനലിൽ 127 റൺസ് നേടി ടീമിനെ ഫൈനലിലെത്തിച്ച പ്രകടനത്തിലൂടെ ലോകശ്രദ്ധ നേടിയ ജെമീമ റോഡ്രിഗസ് 75 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെയാണ് ഇപ്പോൾ ബ്രാൻഡ് സഹകരണത്തിനായി ഈടാക്കുന്ന തുകയെന്നാണ് റിപ്പോർട്ട്. എന്നാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വനിതാ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാനയാണ്. ഒരു ബ്രാൻഡിൽ നിന്നു മാത്രം 2 കോടിയോളം രൂപയാണ് താരം ഈടാക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.